വേദിയിലെ വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മർക്കസിന്റെ 37ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് ഇവിടെ സംഘടിപ്പിച്ച ആലുമിനി അസംബ്ലിയിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതിന് ഞാൻ ഈ സ്ഥാപനത്തിന്റെ ഭാരവാഹികളോട് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. മർക്കസ് കഴിഞ്ഞ 37 വർഷക്കാലം വിദ്യാഭ്യാസം വികസിപ്പിക്കുന്നതിൽ നടത്തിയ മഹത്തായ പ്രവർത്തനങ്ങളെ ഞാൻ അനുമോദിക്കുകയും വളരെ ബഹുമാനത്തോടെ ഓർമ്മിക്കുകയും ചെയ്തു. പാവപ്പെട്ടവരും അവശരവുമായ ജനവിഭാഗത്തിന് വിദ്യാഭ്യാസം നൽകുക എന്നത് ഏറ്റവും മഹത്തായ ഒരു കൃത്യമാണ്. വിദ്യാഭ്യാസത്തിലെ പിന്നോക്കാവസ്ഥയായിരുന്നു ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തെ മുസ്ലിം ജനതയും ദളിത് പിന്നോക്ക ജനങ്ങളും നേരിട്ട ഏറ്റവും വലിയ ഒരു ശാപം. ആ പിന്നോക്കാവസ്ഥയിൽ നിന്ന് മുസ്ലിം ജനതയെ വിദ്യാഭ്യാസ പുരോഗതിയിലേക്ക് നയിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. സർ സയ്യിദ് അഹമ്മദ് ഖാനെ ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. കേരളത്തിലും അതുപോലെ മഹാന്മാരായ ഒട്ടേറെ പേരുണ്ട്. മഹാനായ അബു സബാഹ് മൗലവി, ഫറൂഖ് കോളേജിന്റെ സ്ഥാപകൻ അക്കൂട്ടത്തിൽ എടുത്തു പറയത്തക്ക ഒരു വ്യക്തിയാണ്. അതുപോലെ നിരവധി സ്ഥാപനങ്ങളും വ്യക്തികളും പിന്നോക്ക വിഭാഗത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്കായി ശ്രമിച്ചിട്ടുണ്ട്. അവരെല്ലാം നടത്തിയ പരിശ്രമങ്ങളാണ് വിദ്യാഭ്യാസത്തിൽ പിന്നോക്ക സമുദായങ്ങൾക്ക് മുന്നോട്ട് വരാൻ വലിയ അവസരം കൊടുത്തത്. കേരളം വിദ്യാഭ്യാസത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. പൊതുവിദ്യാഭ്യാസത്തിന്റെ വികസനമാണ് കേരളത്തിന്റെ വളർച്ചയ്ക്ക് അടിത്തറ പാകിയത്. സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം എന്നത് 1957 കേരളത്തിലെ ഒന്നാമത്തെ ഗവൺമെന്റിന്റെ നയമായിരുന്നു. ഏത് ദരിദ്രനും സ്കൂളിൽ ചെന്നാൽ സൗജന്യമായി പഠിക്കാം, ഉച്ചഭക്ഷണവും നൽകും, അധ്യാപകർക്ക് ശമ്പളം ഗവൺമെന്റ് കൊടുക്കും. ഈ നയമാണ് ദരിദ്ര ജനകോടികളെ കേരളത്തിൽ വിദ്യാസമ്പന്നരാക്കിയത്. പണമുണ്ടെങ്കിൽ മാത്രം വിദ്യാഭ്യാസം നേടാൻ കഴിയൂ എന്ന അവസ്ഥ വന്നാൽ സമ്പന്നർക്ക് മാത്രമേ വിദ്യാഭ്യാസം നേടാൻ സാധിക്കൂ. ഇന്ന് പൊതുവിദ്യാഭ്യാസത്തിന്റെ സ്ഥാനത്ത് വിദ്യാഭ്യാസം കച്ചവടവൽക്കരിക്കുന്ന പ്രവണത വ്യാപകമാവുക. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന സ്ഥാപനങ്ങൾ നടത്തുന്നു എന്നതാണ് മർക്കസിനെ ഞാൻ ബഹുമാനിക്കുന്നത്. മറ്റു പലരും അങ്ങനെയല്ല. അധ്യാപക നിയമനം മുതൽ വിദ്യാർത്ഥി പ്രവേശനം വരെ തലയെണ്ണി ഫണ്ട് പിരിക്കുന്ന സമ്പ്രദായം കേരളത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിഹിതം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോഴ്സുകളും അനുവദിക്കുന്നവർക്കും ലഭിക്കണം എന്ന പിരിവും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. തികച്ചും അനാശാസ്യമായ ഒരു സമ്പ്രദായമാണിത്. അബു സബാഹ് മൗലവി ഒരിക്കൽ ഫറൂഖ് കോളേജിന്റെ ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞ് അവശനായി കഴിയുന്ന കാലത്ത് ആ കോളേജിന്റെ നടത്തിപ്പിന് പ്രയാസം നേരിട്ട സന്ദർഭത്തിൽ അന്നത്തെ മാനേജിംഗ് കമ്മിറ്റി പുതുതായി നിയമിക്കപ്പെടുന്ന അധ്യാപകരോട് ഒരു സംഭാവന ചോദിക്കുന്നതിനെ സംബന്ധിച്ച് പഴയ സ്ഥാപകനോട് അഭിപ്രായം ചോദിക്കാൻ ചെന്നു. അദ്ദേഹം ആ കമ്മിറ്റിക്കാരോട് പറഞ്ഞു, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ മുമ്പിൽ കൈ നീട്ടി സംഭാവന വാങ്ങി നിങ്ങളെ സഹായിക്കാം, ഒരിക്കലും സംഭാവനയായി ജോലി കൊടുക്കുന്നവരോട് ചോദിക്കാൻ പാടില്ല. ഇതായിരുന്നു കേരളത്തിൽ വിദ്യാഭ്യാസ പ്രവർത്തനം നടത്താൻ മുൻകൈയെടുത്തവരുടെ പാരമ്പര്യം. ആ പാരമ്പര്യം കളഞ്ഞു കുളിച്ചുകൊണ്ടാണ് ഓരോ കോഴ്സിനും ഓരോ തസ്തികക്കും തുക നിശ്ചയിച്ച് ഇന്ന് വിദ്യാഭ്യാസത്തെ പൂർണ്ണമായും കമേഴ്സ്യലൈസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന സെൽഫ് ഫിനാൻസ്ഡ് കോളേജിലെ കുട്ടികളുടെ പ്രവേശനത്തിന്റെ യോഗ്യത അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയല്ല, മെറിറ്റ് അല്ല, അവരുടെ അച്ഛന്റെ മടിശീല. ഏത് അബ്കാരി കോൺട്രാക്ടർക്കും മക്കളെ MBBS-നും എഞ്ചിനീയറിംഗിനും പഠിപ്പിക്കാം, പണമുണ്ടായാൽ മതി. ഈ അവസ്ഥ ശ്ലാഘനീയമല്ല എന്ന എൻ്റെ അഭിപ്രായം വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ സമ്മേളനത്തിന് മുമ്പാകെ ഞാൻ സമർപ്പിക്കുകയാണ്.
അറിവ് നേടുക എന്നത് മനുഷ്യന്റെ അവകാശമാണ്. ചൈനയിൽ പോയെങ്കിലും നിങ്ങൾ അറിവ് നേടണമെന്ന് റസൂൽ ഉപദേശിച്ചത് ചൈന അന്ന് വിദ്യാഭ്യാസത്തിന്റെ വലിയ കേന്ദ്രമായതുകൊണ്ടല്ല. യാത്ര വളരെ ദുഷ്കരമായിരുന്നു അറേബ്യയിൽ നിന്ന് ചൈനയിലേക്ക്. അത്രയും കഷ്ടപ്പെട്ടും പഠിക്കണമെന്നാണ് അതിന്റെ അർത്ഥം. ജിബ്രീൽ റസൂലിനോട് ഉദ്ദേശിച്ചത് ഇഖ്റ ബിസ്മി റബ്ബിക, വായിക്കാനാ പറഞ്ഞത്. നിന്റെ റബ്ബിന്റെ നാമത്തിൽ നീ വായിക്കുക. എഴുത്തും വായനയും അറിവും നേടുക എന്നതിന്റെ പ്രാധാന്യമാണ് ഇതിലൂടെ നമ്മെ പഠിപ്പിച്ചത്. ഈ കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ത്യയിലെ മുസ്ലിം ഉൾപ്പെടെയുള്ള പിന്നോക്ക ജനവിഭാഗങ്ങൾ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലമാണ്. അതിനെക്കുറിച്ച് എല്ലാവരും ഓർമ്മിക്കണം. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏതോ ചില ആളുകൾക്ക് കൈകാര്യം ചെയ്യാനുള്ള അധികാരത്തിലേക്കും തെരഞ്ഞെടുപ്പിലേക്കുമുള്ള എന്തോ ഒരു വസ്തുവാണ് എന്ന ധാരണയിലേക്ക് പോകരുത്. നമ്മുടെ ജീവിതത്തെ അനുനിമിഷം ബാധിക്കുന്ന ഈ രാഷ്ട്ര സംബന്ധിയായ വിഷയമാണ് രാഷ്ട്രീയം. ഇന്നത്തെ രാജ്യത്തിന്റെ അവസ്ഥ എല്ലാവരിലും ഉത്കണ്ഠയുണ്ടാക്കേണ്ടതാണ്. നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ മതനിരപേക്ഷത അഥവാ ഇന്ന് ആ രാഷ്ട്രം 3 ഭാഗമാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ്സ് എന്ന പേരിൽ തീവ്രവാദികൾ കൈയടക്കിയ ഒരു ഭാഗം, ഷിയ നേതൃത്വത്തിൽ ഭരണം നടത്തുന്ന മറ്റൊരു വിഭാഗം, കുർദുകളുടെ നേതൃത്വത്തിൽ മൂന്നാമത്തെ ഒരു ഭാഗം. എന്തെല്ലാം പോരായ്മകളുണ്ടെങ്കിലും ഗദ്ദാഫിയുടെ നേതൃത്വത്തിൽ ലിബിയ ഒരു രാഷ്ട്രമായിരുന്നു. ഇന്ന് എത്ര രാഷ്ട്രമാണെന്ന് ലിബിയക്കാർക്ക് പോലും അറിയില്ല. യുഗോസ്ലേവിയ എത്ര കഷ്ടമാണെന്ന് ചരിത്രത്തിൽ ഒരു പാഠമാണ്. നമ്മുടെ രാജ്യവും അതുപോലെ ആകാതിരിക്കണമെങ്കിൽ, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒന്നിച്ചു നിൽക്കണമെങ്കിൽ മതനിരപേക്ഷത അത്യന്താപേക്ഷിതമാണ്. ഇപ്പോൾ ക്രിസ്തുമസ് ഒഴിവു ദിവസമല്ലാതാകുന്നു. അത് ഒരു മുൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് പോലും. ഇതിന് ഉദാഹരണമായി പറയുന്നത് പാകിസ്ഥാനിൽ അത് ജിന്നയുടെ ജന്മദിനമാക്കിയിട്ടുണ്ടെന്നാണ്. നമ്മൾ ഓർക്കേണ്ടതാണ്, എവിടെയും ഉദാഹരണങ്ങൾ ഇതുപോലെയാ വരുന്നത്. ബുഷ് പണ്ട് പറഞ്ഞു, അമേരിക്കക്കാരൻ, ഓൾ മുസ്ലിംസ് ആർ നോട്ട് ടെററിസ്റ്റ് ബട്ട് ഓൾ ടെററിസ്റ്റ് ആർ മുസ്ലിംസ്. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞതിന് ഉദ്ദേശം മനസ്സിലായില്ലേ? പാകിസ്ഥാനിൽ ഒരു സൈനിക സ്കൂളിലെ കുട്ടികളെ നിരത്തി നിർത്തി വെടിവെച്ചു കൊന്നത് ആരാണെന്ന ചോദ്യത്തിന്റെ മുമ്പിൽ നാണിച്ചു നിൽക്കേണ്ട അവസ്ഥ, തലകുനിച്ചു നിൽക്കേണ്ട അവസ്ഥ ഒരിക്കലും ആർക്കും ഭൂഷണമല്ല. ഇത്തരം സാഹചര്യങ്ങളെയാണ് സെക്യുലറിസം തകർക്കാനും രാജ്യത്തിന്റെ ഐക്യം തകർക്കാനും ഫാസിസ്റ്റുകൾ ആയുധമാക്കുന്നത്. ഇവിടെയാണ് നാം നിൽക്കുന്നത്. അവിടെ സ്വതന്ത്രമായ ചിന്തയുടെയും ആത്മാർത്ഥമായ രാഷ്ട്രീയ നിലപാടുകളുടെയും അടിസ്ഥാനത്തിൽ ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിനും ജനങ്ങളുടെ നിലനിൽപ്പിനും വേണ്ടി നിൽക്കാൻ നിങ്ങളുടെ വിദ്യാഭ്യാസവും നിങ്ങളുടെ അറിവും നിങ്ങളുടെ ബോധവും നിങ്ങളെ നയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ മർക്കസിന് എല്ലാ ആശംസകളും നേരുന്നു. കാന്തപുരം AP ഉസ്താദിന് പ്രത്യേകം അനുമോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക്